ഹായ് ഫ്രണ്ട്സ്, ഷഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ. നിങ്ങൾ വെറുതെ മീൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഞാനിവിടെ ആവോലി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ മീൻ പൊള്ളിച്ചതൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ നമുക്കിത് പൊറാട്ട അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ഞാനിത് ചെയ്തെടുക്കാനായിട്ട് ആവോലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 350 ഗ്രാം കാണും ഈ ആവോലി. അതുപോലെ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരയിട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 അണ്ടിപ്പരിപ്പ് ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇതുപോലെ കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഒരു 4 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറുതായതുകൊണ്ട് കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പുതിനയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി വേണം നമുക്കിതിലേക്ക്. നമുക്കിത് മുഴുവനൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ച അണ്ടിപ്പരിപ്പ് വെള്ളത്തോടു കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇതൊന്നും കറക്കിയെടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മസാല നമുക്ക് ഈ മീനിലേക്ക് ഇട്ടിട്ട് അകം പുറക്കൊന്ന് നല്ല രീതിയിലൊന്ന് മസാല പിടിപ്പിച്ചെടുക്കുക. ബാക്കിയുള്ള മസാല നമുക്ക് ലാസ്റ്റ് ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടാണ് മീൻ വെച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിലൊന്ന് മസാല പിടിപ്പിച്ചിട്ട് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് മീനൊന്ന് ആദ്യം പൊരിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ബട്ടർ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മീനിന്. അപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ടിട്ട് 2 സൈഡും ഒരുപോലെ ഒന്ന് ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മീനൊന്ന് അടച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കട്ടോ. വലിയ മീനായതുകൊണ്ട് നമുക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മീൻ മറിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വാല് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. വാല് ചെറുതായിട്ടല്ല കേട്ടോ, നല്ല മുറിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ പാത്രത്തിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ ഇവിടെ മടങ്ങിയിട്ട മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറിച്ചിട്ടപ്പോൾ വാല് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്ലേറ്റിൽ വെക്കുമ്പോൾ ഭംഗി കിട്ടണമെങ്കിൽ ആ വാലൊടുക്കനെ കൂടി വെക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടാവുക. ഇനി നമുക്കിത് ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം. വലിയ മീനായതുകൊണ്ട് തന്നെ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്നും ഒന്നും കൂടി മറിച്ചിടാം. അങ്ങനെ മറിച്ചിട്ടപ്പോൾ ഇതിൻ്റെ തലയും പോയിട്ടോ. നമുക്ക് കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നുള്ളൂ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഒപ്പിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഞാനിതൊന്നും ഒരു വിധത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റട്ടോ. വേവിച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിലോ ബട്ടറോ ഇട്ട് കൊടുക്കട്ടെ. ഞാനിവിടെ ചേർക്കുന്നില്ല. ഞാനിതുപോലെ ആ ഉള്ള ഓയിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ മസാല ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചപ്പണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് നമ്മൾ ഏത് പ്ലേറ്റിലാണ് സെർവ് ചെയ്യുന്നത് ആ പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഈ മസാലയിലേക്ക് ഈ ടൈമിൽ ഞാനൊരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മസാല ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ചെടുത്ത മീൻ കൂടി വെച്ചാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 മുറി നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടാണ് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.